ഹായ്, സാമ്പ്രാണിക്കോട് ഐലൻഡിൽ പോകാൻ വേണ്ടി നമ്മളിപ്പോൾ പ്ലാവറയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് 150 രൂപയുടെ ടിക്കറ്റ് എടുത്ത് DTPCയുടെ ബോട്ടിൽ സാമ്പ്രാണിക്കൊടിയിലോട്ട് പോകണം. വെറും 10 മിനിറ്റ് യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ 150 രൂപ. അതേസമയം നമ്മുടെ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടിൽ ഇവിടെ എത്തിയത് 20 രൂപയ്ക്കാണ്. അതും 1 മണിക്കൂർ യാത്രയ്ക്ക്. DTPC അറുത്ത് വാങ്ങിക്കുകയാണ്. ഒരു ഉളുപ്പുമില്ല. ധാരാളം ബോട്ടുകൾ തിരിച്ചും വരുന്നുണ്ട്. ദിവസം ഇവിടെ ഏകദേശം 10,000 ആളുകൾ വരുമെന്നാണ് ഇവിടുത്തെ ലോക്കൽ പറഞ്ഞത്. ഇന്ന് പക്ഷേ ആളുകൾ കുറവാണ്. എന്നാലും ഒരു 1000 പേരൊക്കെ ഒരു ദിവസം ഇവിടെ വരണം ഇന്നും. ആ കാണുന്നതാണ് നമ്മുടെ ബോട്ട് ചെട്ടി. അവിടെ ഇറങ്ങിയിട്ട് നേരെ കായലിലോട്ട് ഇറങ്ങാം. നമ്മുടെ അഷ്ടമുടി കായലിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ഐലൻഡ് ഉള്ളത്. ആ കാണുന്നതാണ് നമ്മുടെ അഷ്ടമുടി കായലിൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം. കരയൊന്നും കാണാൻ പറ്റില്ല അവിടെ ഒന്നും. അവിടെയാണ് മൺട്രോ ഐലൻഡും മറ്റും ഉള്ളത്. നമ്മൾ വന്നത് ആ ഭാഗത്തു നിന്നാണ്. അതാണ് പ്ലാവറ. ഇവിടുത്തെ വെള്ളം എന്ന് വെച്ചാൽ വെറും 1 അടിക്ക് താഴെ ആഴമുള്ളൂ. വെള്ളത്തിന് ആഴം കുറവായതുകൊണ്ട് തന്നെ ധാരാളം പായലും വളരുന്നുണ്ട്. ഈ പായലെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള പായലൊന്നുമല്ല, സാധാ കാട്ടുപായൽ പോലെ ആൽജിയാണ്. കൊക്കുകൾ മറ്റും മീൻ പിടിക്കാൻ വരുന്നുണ്ട്. ഇവിടെ ഒരു ചേച്ചി നടത്തുന്ന ഒരു കൊച്ചു കടയുണ്ട്. ആളുകൾ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഈ ഫോട്ടോ എടുക്കാൻ അല്ലാതെ ഇവിടെ വേറൊരു സെറ്റപ്പൊന്നും ഇല്ല. പക്ഷേ പ്രകൃതിയോട്ട് കുറച്ചൊക്കെ താല്പര്യമുള്ളവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇവിടെ ചുമ്മാ നിൽക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ 150 ടിക്കറ്റ് എടുത്തത്. അതേസമയം ഇവിടെ വലിയ വന്യമൃഗങ്ങളുടെ വലിയ ശേഖരം തന്നെ ഉണ്ട്. അതുകൊണ്ട് കണ്ടില്ലേ ഒരു എലി. അത് സാധാ എലിയൊന്നുമല്ല, നമ്മൾ വീട്ടിൽ കാണുന്നതിൻ്റെ ഏറ്റവും വലിപ്പമുള്ള എലിയാണ്. അതെങ്ങനെയാണ് ഇത്രയും വലിപ്പം വെച്ചെന്നറിയാമോ? പുറകെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഇങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് മുകളിലോട്ട് വന്ന് നിൽക്കുന്നു. എന്തെന്നറിയാമോ? ഇതാണ് കണ്ടലിൻ്റെ വേര്. കണ്ടൽ ഇലവഴി മാത്രമല്ല, അതിൻ്റെ വേര് വഴിയും ശ്വസിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ മരങ്ങളെ പോലെ. നമ്മുടെ നാട്ടിലെ മരങ്ങളും ഇലവഴി മാത്രമല്ല, വേര് വഴിയും അതിൻ്റെ തൊലി വഴിയും ഒക്കെ ശ്വസിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ മരങ്ങൾക്ക് മൂട്ടിൽ വെള്ളം കിട്ടാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ കണ്ടലൊക്കെ വെള്ളത്തിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതിന് ശ്വസിക്കണമെങ്കിൽ വേര് മുകളിലോട്ട് വരണം. അതുകൊണ്ടാണ് ഇങ്ങനെ മുകളിലോട്ട് വന്ന് നിൽക്കുന്നത്. ഇതൊക്കെ വെട്ടിക്കളഞ്ഞ് കണ്ടൽ അഴുകി പോകും. വെള്ളം കയറുമ്പോൾ നമ്മുടെ നാട്ടിലെ മരങ്ങളൊക്കെ അഴുകുന്നത് പോലെ. ഇവിടെ ഇങ്ങനെ ചില കൂട്ടരുണ്ട്. ഒരിനം സന്യാസി ഞണ്ടാണ് എന്ന് തോന്നുന്നു. ആരും പറഞ്ഞില്ല, എനിക്കറിഞ്ഞുകൂടാ. അത് തന്നെ ആയിരിക്കണം. എന്തായാലും നത്ത ഇങ്ങനെ അല്ലല്ലോ. അകത്തിരിക്കുന്ന എന്തായാലും ഞണ്ടാണ്, ചെറിയ ഞണ്ട്. വലിയ ഞണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും ഒന്നിനെയും പുറത്ത് കാണാനില്ല, എല്ലാം ഒളിച്ചിരിക്കുകയാണ്. ഈ 2 ഞണ്ടും വെള്ളത്തിൽ കിടന്ന് ഭയങ്കര ഗുസ്തിയായിരുന്നു. ചെറുതാണെങ്കിലും ഭയങ്കര ഗുസ്തി, ചെറുക്ക് വേണ്ടി. ചിലപ്പോൾ ഇത് അത്ര വലുതാവണ ഇനമല്ലായിരിക്കാം. വേറൊരു കൂട്ടരുണ്ട്, കക്ക. ഇംഗ്ലീഷിൽ ഓയസ്റ്റർ എന്ന് പറയും. വിദേശങ്ങളിലൊക്കെ നല്ല വില കൂടിയ സാധനമാണ്. ഇവിടെ പക്ഷേ ഇത് കിലോ 350 രൂപയ്ക്കും മറ്റുമാണ് കഴിഞ്ഞ പ്രാവശ്യം വിറ്റത്. ഇപ്പോഴിതിൻ്റെ സീസണല്ല. ഇവിടെ ധാരാളമുണ്ട്. എല്ലാം വാ തുറന്നിരിപ്പുണ്ട്.
നമ്മൾ തൊടുമ്പോഴേക്കും അത് അടയ്ക്കും. അടച്ച് ഇവിടെ മുഴുവൻ ഈ കക്കയാണ് കൂടുതലും. ചിപ്പിയൊന്നും കാണാനില്ല, കൂടുതലും കക്ക. ഇത് 350 രൂപ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു 4 സെൻറ്റിമീറ്ററുള്ള ഒരു ചിപ്പിക്ക് തന്നെ 6 രൂപ കൊടുക്കണം. ഇവിടെ ഇതാ ഒരുപാട് ഇരിക്കുന്നു, അധികാരം ഒന്നും എടുക്കുന്നുമില്ല. വിൽക്കുന്നവരും വലിയ കൂടിയ വിലയ്ക്ക് വിൽക്കുന്നുമില്ല. ഇതാ കണ്ടില്ലേ, ഇതിൽ തന്നെ 3-4 എണ്ണം ഉണ്ട് ജീവനുള്ള. ഒരു ഞണ്ടതാ പോകുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് നാണം, മരത്തിനടിയിൽ പോയി ഒളിക്കുന്നു. വലിയ ഞണ്ടിനെ എനിക്ക് കാണാൻ പറ്റിയെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് കയറി ഒളിച്ച് കളഞ്ഞ്. ദൂരിക്കണം നമ്മുടെ മൂഷികൻ. അത് കക്കയിറച്ചി തിന്നാണ് ഇത്രയും വലുതായത്. മാത്രമല്ല കരയെന്നുള്ള പൂച്ചയൊന്നും ഇങ്ങോട്ട് നീന്തി വരാറില്ല. പൂച്ചയ്ക്ക് വെള്ളത്തിനെ പേടിയല്ലേ, അതുകൊണ്ട് ഇവിടെ താമസിച്ച് അതങ്ങ് വലുതായി. ആരും പിടിച്ച് കൂട്ടാൻ വയ്ക്കുകയില്ല. എലി ആരും പിടിച്ച് കൂട്ടാൻ വയ്ക്കാൻ, അതുകൊണ്ട് അതങ്ങ് വലുതായി. ധാരാളം പേര് ഇവിടെ ഇപ്പോഴുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ദിവസവും ഒരു 1000 പേരെങ്കിലും വരണം. 1000 പേര് വന്ന ഒരു 1.5 ലക്ഷം രൂപ ഗവൺമെൻറ്റിന് കിട്ടും. പക്ഷെ അത്രയും രൂപ വാങ്ങിക്കുന്നെങ്കിലും അതിനുള്ള സൗകര്യമൊന്നും ഇവിടെ കാണാനുമില്ല. ഇവിടെ ഒരു ചേച്ചി കട നടത്തുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പ്ലാവറ കാണാം, കുരിശുപള്ളിയും നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും മറ്റും. അങ്ങനെ സാമ്പ്രാണിക്കൊടിയോട് യാത്ര പറഞ്ഞ് തിരിച്ച് പ്ലാവറയിലോട്ടുള്ള യാത്ര തുടങ്ങി. ടാറ്റാ. ഇപ്പോഴും 100 കണക്കിന് പേര് അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ധാരാളം പേര് ഇപ്പോഴും അവിടെ ഉണ്ട്. അതേസമയം ധാരാളം പേര് അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പോഴും. ഇതുപോലത്തെ വള്ളങ്ങളിൽ, ഇതുപോലത്തെ ബോട്ടുകളിൽ. DTPC പൈസ വാരുക തന്നെ. ലോക്കൽസിന് ഇവിടെ വരാൻ വലിയ പാടൊന്നും കാണൂല, കാരണം അവർക്ക് ഇതൊന്നും ഒരു പുത്തരിയൊന്നും അല്ലല്ലോ, എപ്പോഴും കാണുന്നത് തന്നെ വെള്ളവും മറ്റും. നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ ബോട്ടാണ് ഈ കാണുന്നത്, റോയൽ ക്രൂയിസ്. മറ്റുള്ള ഹൗസ് ബോട്ടിലേക്കാളും ഏറ്റവും വലിപ്പം കൂടിയത്. ഇതാണ് റെസ്റ്റോറൻറ്റ്. മുടിഞ്ഞ റേറ്റാണ്, വലിയ ടേസ്റ്റും ഇല്ല. ഗൂഗിൾ നോക്കിയേ കാണാം. ഒരു കാരണവശാലും ആരും കയറരുത്. കൂതർ റെസ്റ്റോറൻറ്റ്. ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ വിൽക്കാൻ വെച്ചിരിക്കുന്നു. കൊള്ളാം, ഞാൻ വാങ്ങിച്ച് കഴിച്ചു നോക്കി. മാത്രമല്ല ഒരു 1/4 കിലോ വാങ്ങിച്ചുകൊണ്ട് പോയി. വലിയ വിലയൊന്നുമില്ല. വരുന്നവർ 1 കിലോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയാൽ കൊള്ളാം. നല്ല കാൽസ്യമുള്ള സാധനമാണ്. അപ്പോൾ കാൽസ്യം ആവശ്യമുള്ളവരൊക്കെ അത് വാങ്ങിച്ചാൽ കൊള്ളാം. കക്കയുടെ തോടാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. ഇപ്പോഴെൻ്റെ സീസണല്ല, സീസൺ ഉള്ളപ്പോൾ അതും വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ സാമ്പ്രാണിക്കൊടിയും കണ്ടു. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകണം. തിരിച്ചു പോകാൻ വേണ്ടി 300 മീറ്റർ നടന്ന ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ബസ് സ്റ്റാൻഡാണ് പ്ലാവറ. അവിടെ നിന്ന് എപ്പോഴും കൊല്ലത്തേക്ക് ബസ്സുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.